ആളുകൾ. അപ്പോൾ അതാ നമ്മൾ സ്കൂളിലെത്തിയിട്ടുണ്ട്. കുറേ സ്റ്റോളും കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ദേവുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സാറ്റർഡേ പരിപാടിയാണ്, ലാസ്റ്റ് സാറ്റർഡേ ഉണ്ടായ പരിപാടിയാണ്. സ്പ്രിംഗ് കാർണിവൽ എന്ന് പറഞ്ഞിട്ട് സ്കൂൾ നടത്തിയിട്ടുണ്ടായതാണ്. സാധാരണ ഓരോ ടേമും തീരുന്നതിന് മുന്നേ ഫണ്ട് ഡേ ഒക്കെ നടത്താറുണ്ട്. ഇപ്പോൾ കുറവാണ്. പാറൂട്ടിയൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാ ടേമിനും ഇതേപോലെ ചെയ്യുന്നുണ്ടായിരുന്നു അവർ. ഇപ്പോൾ ഈ വർഷം എനിക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാ ഈ വർഷത്തെ പരിപാടിയാണ് സ്പ്രിംഗ് കാർണിവൽ എന്ന് പറഞ്ഞിട്ട്. ലാസ്റ്റ് 2 ഇയേഴ്സ് ബാക്ക് ഇതേപോലെ സ്കൂളിൻ്റെ 50ാം വാർഷികത്തിന് ഭയങ്കര പരിപാടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ കുറേ അധികം വിവിധ തരത്തിലുള്ള പരിപാടികൾ, അത്യാവശ്യം നല്ല പോലെ മേളിൽ വെള്ളത്തിലൊക്കെ ചാട്ടവും കളിയൊക്കെ ആയിരുന്നു. അങ്ങനെ എന്താ പറയണ്ടേ, സോപ്പിൻ്റെ പതപോലത്തൊരു സംഭവം അതിന് പതപ്പിച്ച് വരുന്നുണ്ട്. പിന്നെ ഇതാ ഇങ്ങനത്തെ ഒരു സാധനം കുതിരപ്പുറത്ത് പോകുന്നത്, പിന്നെ അങ്ങനെ പലവിധം സംഭവങ്ങളൊക്കെ ഇതിൻ്റെ കൂടിയുണ്ട് കേട്ടോ. ദേവുടി ഇതിൽ 2-3 പ്രാവശ്യം കയറിയിട്ടുണ്ട് കേട്ടോ. ഞാനിതേപോലെ ദേവിൻ്റെ പുറകിൽ ദേവിൻ്റെ ചെരുപ്പും ബാഗും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കലാണ് എൻ്റെ പ്രധാന പരിപാടി. ഇതിലിങ്ങനെ ഉയരത്തിൽ കയറിയിട്ട് സേഫ്റ്റി സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഇതിൽ സ്റ്റെപ്പ് ചെയ്തിട്ട് മുന്നോട്ട് കയറിയിട്ട്, അതാണ് മുകളിലോട്ട് കയറിയിട്ട് ആ റോപ്പിൻ്റെ ഒരു ഭാഗം കുട്ടികളുടെ മേലിലും ഒരു ഭാഗം ആ കെട്ടിക്കൊടുക്കുന്ന ചേട്ടനുണ്ടല്ലോ ആ ചേട്ടൻ്റെ പുറത്താണുള്ളത്, അതായത് അരയിലാണുള്ളത്. അങ്ങനെ ഇവർ കയറുന്ന സമയത്ത് അവർ പിന്നെ ഓക്കെ കുഴപ്പമില്ല. പക്ഷേ ഇറങ്ങുന്ന സമയത്ത് ഇല്ല, വെയിറ്റ് മുഴുവനും ഇവരുടെ ഭാഗത്താണ്. കയറുന്ന സമയത്ത് വെയിറ്റ് ഉണ്ടായിരിക്കണം, അവർ പുറകോട്ട് പോകുന്നുണ്ടല്ലോ. പിന്നെ ഇറങ്ങുന്ന സമയത്ത് മുന്നിലോട്ട് വരും. നോർമൽ വെയിറ്റിലെ കുട്ടികൾക്ക് കുഴപ്പമില്ല. പക്ഷേ ഇത്തിരി വെയിറ്റ് കൂടിയ കുട്ടികൾ കയറുമ്പം ആ വെയിറ്റ് മുഴുവൻ ഈ 2 ചേട്ടന്മാരുടെ പുറകിലാണ് വരുന്നത്. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട്, വെയിറ്റിലെ കുട്ടികൾ കയറുന്ന സമയത്ത് അവരിങ്ങനെ കമൻറ്റ് പറയുന്നുണ്ട് കേട്ടോ. അതിന് ദേവുട്ടി അതിൽ കയറി. പിന്നെ അടുത്ത സംഭവം ഇതാണ്. ഇത് ഇങ്ങനെ ജസ്റ്റ് ഹൈറ്റിൽ കയറിയിട്ട് അപ്പുറത്തെ ഭാഗത്ത് വാട്ടർ സ്ലൈഡാണ്. അപ്പോൾ അതിലും ഇതേപോലെ ക്യൂ ഉണ്ടായിരുന്നു. ദേവുട്ടി കയറുന്ന സമയത്തൊന്നും ക്യൂ ഇല്ല. പിന്നെ കുറേ കഴിഞ്ഞ സമയത്ത് ഏകദേശം അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. എനിക്കൊരു 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 മണിയാകുമ്പോഴേ ആണ് തീർന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ക്ലൈമറ്റ് ഭയങ്കര മോശമായിരുന്നു. ചെറിയൊരു തണുപ്പും കാറ്റും, ഇടയ്ക്കിടയ്ക്കേ വെയിൽ വരുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതിൽ അന്നേരമൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറേ കഴിഞ്ഞിട്ടാണ് അവർ അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാണ് ഏറ്റവും ഒരു സംഭവം, റോക്കറ്റ് എന്ന് എയർ റോക്കറ്റ് എന്ന് അങ്ങനത്തെയാണ് ഇതിൻ്റെ പേര് ദേവ് പറയുന്നുണ്ടായിരുന്നത്. ഇങ്ങനെ ഓരോ ഊഞ്ഞാല് പോലെ സംഭവത്തിൽ പിള്ളേർ ഇരുത്തിയിട്ട് അത് ഒറ്റയടിക്ക് മുകളിലോട്ട് പോവും. അങ്ങനെ മുകളിലോട്ട് പോയിട്ട് ചെടോ എന്നും പറഞ്ഞിട്ട് താഴ്ത്തി വരും കേട്ടോ. ആ വരുന്ന ഒരു വരുത്താണ് പിന്നെ എന്താ പറയുക പേടിപ്പിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ഇതിലുള്ളത്. അപ്പോൾ കയറ്റി കൊണ്ടുപോകാൻ പ്രശ്നമില്ല എന്നല്ല, പേടി ഉണ്ടായിരുന്നു ദേവുവിനൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ മുകളിലോട്ട് പോയിട്ട് പിന്നെ പെട്ടെന്നൊരിടലാണ്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ മുകളിലിങ്ങനെ മൊത്തമായിട്ട് എയർ നിറച്ച് നിൽക്കുമല്ലോ. അപ്പോൾ ഷെഡോ എന്നും പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് അങ്ങ് താഴോട്ടിടും. അതാണ് ഈ സംഭവം. ഇതിലും ഏകദേശം എനിക്കൊന്ന് ദേവ് 2-3 തവണ കയറി. ദേവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറെ 2 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പേടിയായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ദേവിൻ്റെ ബാക്കി കുറച്ച് ഫ്രണ്ട്സും കൂടിയാണ് അവരതിൻ്റെ ഉള്ളിലോട്ട് കയറി. അപ്പോൾ കുറച്ച് കുട്ടികൾക്കൊക്കെ പേടിയായിരുന്നു ഈ സംഭവം ഇങ്ങനെ മേലോട്ട് കയറി പോകുന്ന സമയത്ത്. അവർക്ക് പേടിയായിരുന്നു. എന്തായാലും സംഭവം കിടുവാണ്. പിന്നെ ഇത് കണ്ടില്ലേ, ഇപ്പം അത്യാവശ്യം നല്ല മുകളിലെത്തിയിട്ടുണ്ട്. ഷെഡോ എന്നും പറഞ്ഞാൽ അവരിങ്ങനെ പെട്ടെന്ന് താഴോട്ടിടുവാണ് കേട്ടോ. മുകളിലോട്ട് കയറുമ്പോൾ അത്യാവശ്യം നല്ല പേടി തന്നെ ഉണ്ടെന്ന് ഇട്ടു താഴോട്ടിട്ടോ അവർ. ദേവുട്ടി ഓരോന്നിനിങ്ങനെ മാറി കയറുന്നുണ്ട്. ഞാൻ അതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് കുറേ സ്റ്റോളുണ്ട് കേട്ടോ. ജസ്റ്റ് അങ്ങോട്ടെല്ലാം പോയി നോക്കാം. എപ്പോഴും ഒരു പരിപാടി ധരിപ്പിച്ചാൽ ഇതാവസ്ഥ തന്നെ. എപ്പോഴും എന്തെങ്കിലും ഇങ്ങനത്തെ പരിപാടി ഉണ്ടെങ്കിൽ കാലാവസ്ഥ മൂടിക്കെട്ടില്ല. ചെറിയൊരു വെയിലേ ഇല്ല, ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്.
അപ്പോൾ സ്കൂളിൻ്റെ അതായത് സ്കൂളിൻ്റെ മേലത്തെ ഗ്രൗണ്ടിലാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലാസ് റൂമിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു ചെറിയ ഗ്രൗണ്ടിൽ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഞാൻ നേരത്തെ പോയായിരുന്നല്ലോ, ദേവുടീനെയും കൂട്ടിയിട്ട് പോയില്ല. അപ്പോൾ ദേവുടിനോട് ഞാൻ പറഞ്ഞു സമയമായി, 12 മണിയൊക്കെ ആയി, എന്താ വീട്ടിലേക്ക് പോകേണ്ട സമയമായി, അപ്പോൾ മേലെയും കൂടെ പോയിട്ട് നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാനും ദേവുട്ടിയും മുകളിലേക്ക് വന്നു. ഇത് ക്രൊഷ്ടിയ കുറേ സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു. അപ്പോൾ ആ കാണുന്ന ഒരു ആൻറ്റിയാണ് അതൊക്കെ ക്രൊഷ്ടിയ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ മെസ്സപ്പ് ചെയ്യണം.